നിങ്ങൾ നിങ്ങളുടെ ഫോണിനൊക്കെ ഇൻഷുറൻസ് എടുത്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? താഴെ വീണ് പൊട്ടിക്കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പൈസ പോരുതല്ലോ. പക്ഷേ ഇതിനേക്കാൾ വളരെ വലിയ ഒന്നുണ്ട്. അതിന് മിക്കവാറും നിങ്ങൾ ഇൻഷുറൻസ് എടുത്ത് വെച്ചിട്ടുണ്ടാവില്ല. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ലൈഫിനെ കുറിച്ചാണ്. അതിന് നിങ്ങൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടോ? എനിക്കിപ്പോൾ ഇൻഷുറൻസിൻ്റെ ആവശ്യമൊന്നും ഇല്ല, ഞാനിപ്പോൾ മരിക്കാനൊന്നും പോകുന്നില്ല എന്നൊക്കെ ചിന്തിക്കുന്നവരാണ് എങ്കിൽ നമുക്ക് പറയാൻ ഒന്നേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിലേക്ക് ആരും ക്ഷണിക്കാതെ ഒരു മുന്നറിയിപ്പുമില്ലാതെ കടന്നു വരാൻ കഴിയുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അത് മരണമാണ്. നമുക്ക് വയസ്സാവുമ്പോൾ എടുക്കാം, ഇപ്പോൾ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രയും കാലം ജീവിച്ചിരിക്കുമ്പോൾ ഒന്നും നമുക്ക് ഉറപ്പില്ലല്ലോ. അത് മാത്രമല്ല, ഇൻഷുറൻസിന് മറ്റൊരു വിഷയമുണ്ട്. പ്രായം കൂടും തോറും നമുക്ക് അസുഖങ്ങളൊക്കെ വരാം. അപ്പോൾ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് കിട്ടാൻ ബുദ്ധിമുട്ടാവും. പിന്നെ നമ്മൾ മരിച്ചാൽ മാത്രമല്ല, നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴും നമുക്ക് സഹായകരമാവുന്ന, സാമ്പത്തികമായിട്ട് കൈത്താങ്ങാവുന്ന ഇൻഷുറൻസ് പ്ലാനുകൾ ഇന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ പറയുന്നത് വളരെ വലിയ തുകയൊക്കെ ചിലവാക്കിയെടുക്കുന്ന ലൈഫ് ഇൻഷുറൻസുകളെ കുറിച്ചാണ്. അതല്ല ഞാൻ പറയുന്നത്. നമുക്കിന്ന് വളരെ ചെറിയ തുക നൽകിക്കഴിഞ്ഞാൽ കോടികളൊക്കെ കവറേജ് കിട്ടുന്ന ടേം ഇൻഷുറൻസുകൾ ലഭ്യമാണ്. അതിനെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളെല്ലാം തന്നെ ഇന്ന് ടേം ഇൻഷുറൻസുകൾ നൽകുന്നുണ്ട്. പല ആളുകൾക്കും ഇതറിയില്ല. ഇനി അറിയാവുന്നവർ പോലും ഇത് എടുത്തു വെക്കാൻ പിന്നീടാവട്ടെ എന്നൊക്കെ ചിന്തിക്കുകയാണ് പതിവ്. ഇപ്പം മാസം ഒരു 699 രൂപയൊക്കെ കൊടുത്തതിനാൽ 2 കോടിയുടെ വരെ കവറേജ് കിട്ടുന്ന പ്ലാനുകളുണ്ട്. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ വളരെ വലിയൊരു തുക നൽകിയിട്ട് ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് ടേം ഇൻഷുറൻസ് എടുക്കുന്നതാണ് ലാഭം. ഇപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇന്ത്യയിലെ ധാരാളം കമ്പനികൾ ടേം ഇൻഷുറൻസ് നൽകുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ ഏത് കമ്പനിയുടെ പ്ലാൻ എടുക്കും, എത്രയുടെ കവറേജ് എടുക്കും എന്നൊക്കെ. ഇപ്പോൾ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാനൊരു ലിങ്ക് നൽകിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കാണിക്കുന്ന QR കോഡ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിലെ എല്ലാ പ്രശസ്തമായ കമ്പനികളുടെയും ടേം ഇൻഷുറൻസ് പ്ലാനുകൾ കാണാം. ഇത് പരസ്പരം കമ്പയർ ചെയ്തിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഫീച്ചറുകളുള്ള ഒരു ടേം ഇൻഷുറൻസ് പ്ലാൻ തന്നെ അവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോഴേ നമ്മളൊരു പ്രീമിയം ലോക്ക് ചെയ്തതിനാൽ അതേ പ്രീമിയം തന്നെയാണ് ആ ഒരു ഇൻഷുറൻസിൻ്റെ കാലാവധി കഴിയുന്ന അന്ന് വരെ നമ്മൾ അടയ്ക്കേണ്ടത്. അപ്പോൾ അതിൽ നിന്നും എടുക്കുന്ന ടേം ഇൻഷുറൻസിനെല്ലാം തന്നെ 24/7 എന്ന രീതിയിൽ ക്ലെയിം അസിസ്റ്റൻസും അവർ തന്നെ നൽകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ധാരാളം ആളുകൾ ടേം ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിലും അതിലൊക്കെ ചെയ്യുന്നൊരു തെറ്റുണ്ട്. നമ്മൾ വെറുതെ ബേസ് പ്ലാൻ മാത്രമാണ് സെലക്ട് ചെയ്യുക. അതിനോടൊപ്പം ഉപകാരപ്രദമായിട്ടുള്ള റൈഡേഴ്സ് അഥവാ ആഡ് ഓൺസ് ആഡ് ചെയ്യാൻ മിക്കവരും മറന്നു പോകാറുണ്ട്. അപ്പോൾ ഈ റൈഡേഴ്സിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മരിച്ചാൽ കുടുംബത്തിന് മാത്രമല്ല ഗുണം കിട്ടുന്നത്, ജീവിച്ചിരിക്കുമ്പോൾ നമുക്കും സാമ്പത്തികമായിട്ട് കൈത്താങ്ങാൻ കഴിയും. അതായത് ഇപ്പോൾ നമുക്ക് ക്യാൻസർ പോലെയുള്ള മഹാരോഗങ്ങൾ പിടിപെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റ് പെട്ടിട്ട് അംഗവൈകല്യം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തുറന്ന് ജോലിക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത്തരമൊരു സാഹചര്യങ്ങളിൽ നമുക്ക് കവറേജ് തുക കിട്ടുന്ന രീതിയിലുള്ള റൈഡേഴ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ 1 കോടിയുടെ കവറേജ് ഉള്ള ഒരു ടേം ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം 50 ലക്ഷത്തിൻ്റെ ക്രിട്ടിക്കൽ ഇൽനസ് റൈഡർ എന്ന് പറയുന്ന ആഡ് ഓൺ കൂടി അഥവാ റൈഡർ കൂടി എടുത്തിട്ടുണ്ടെന്ന് വരിക. അങ്ങനെയുള്ള നിങ്ങൾക്ക് ക്യാൻസർ പോലെയുള്ള എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ ഒരു 50 ലക്ഷത്തിൻ്റെ കവറേജ് തുക ലഭിക്കും. ഇനി നിങ്ങൾ നിങ്ങളുടെ ടേം ഇൻഷുറൻസിനോടൊപ്പം ആക്സിഡൻറ്റ് ഡിസബിലിറ്റി റൈഡർ എന്ന് പറയുന്ന റൈഡർ അതൊരു 50 ലക്ഷത്തിൻ്റെ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് കരുതുക. നിങ്ങൾക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിച്ചിട്ട് അംഗവൈകല്യം സംഭവിക്കുകയാണെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് 50 ലക്ഷത്തിൻ്റെ ആ ഒരു കവറേജ് തുക ലഭിക്കും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ആഡ് ഓൺ ആണ് ടേമിനൽ ഇൽനസ് റൈഡർ എന്ന് പറയും. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഗുരുതരമായിട്ടുള്ള എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ട് നിങ്ങളൊരു 6 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ മരിക്കുമെന്ന് മെഡിക്കലി കൺഫേം ആണെങ്കിൽ നിങ്ങൾക്ക് മരിക്കുന്നതിന് മുമ്പ് തന്നെ ആ ഒരു കവറേജ് തുക ലഭിക്കും. പിന്നെ മറ്റൊരു ആഡ് ഓൺ ഉണ്ട്, ആക്സിഡൻ്റൽ ഡെത്ത് ബെനിഫിറ്റ് റൈഡർ. ഇപ്പോൾ നമ്മൾ ആക്സിഡൻ്റൽ ഡെത്ത് ബെനിഫിറ്റ് റൈഡർ ഒരു 50 ലക്ഷത്തിൻ്റേത് നമ്മുടെ ബേസ് പ്ലാൻ ആയിട്ടുള്ള 1 കോടിയുടെ ടേം ഇൻഷുറൻസിനോടൊപ്പം ആഡ് ചെയ്തിട്ടുണ്ടെന്ന് കരുതുക. നമ്മൾ മരിക്കുന്നത് ആക്സിഡൻറ്റിലാണെങ്കിൽ സാധാരണയായിട്ട് നമുക്ക് ബേസ് പാക്കേജിൻ്റെ ആ 1 കോടിയാണ് അവകാശികൾക്ക് നൽകേണ്ടത് കമ്പനി. പക്ഷേ അതിന് പകരം 1 കോടിയും 50 ലക്ഷവുമായിരിക്കും അവകാശികൾക്ക് ലഭിക്കുക. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായുള്ള ഈ ആഡ് ഓണുകളൊക്കെ കൂട്ടിച്ചേർക്കാൻ വളരെ തുച്ഛമായ തുക മാത്രം നമ്മൾ ചേർത്താൽ മതി. അത് പലരും ശ്രദ്ധിക്കാറില്ല. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പലരും പ്രീമിയം തുക കുറയ്ക്കുന്നതിനായിട്ട് കവറേജ് തുക വളരെ കുറച്ചിട്ടുള്ള പ്ലാനുകൾ എടുക്കുന്നത് കാണാം. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇപ്പോൾ ഉദാഹരണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കൊരു 50,000 രൂപയാണ് മാസം ചിലവുള്ളതെന്ന് കരുതുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾക്കൊരു 50,000 രൂപയാണ് ഒരു മാസത്തിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ചിലവുകൾക്ക് വേണ്ടി വരുന്ന ശരാശരി തുകയെന്ന് കരുതുക. അതായത് ഒരു വർഷത്തിൽ ഒരു 5-6 ലക്ഷം രൂപ വരും. അപ്പോൾ നിങ്ങളൊരു 50 ലക്ഷത്തിൻ്റെ കവറേജ് ഉള്ള ഒരു ടേം ഇൻഷുറൻസ് എടുക്കുന്നു. തുടക്കത്തിൽ ഇത് വളരെ വലിയൊരു തുകയായിട്ട് നമുക്ക് തോന്നാം. പക്ഷേ ഒരു 10 വർഷം കഴിയുമ്പോൾ നമ്മുടെ ചിലവുകൾ, ദൈനംദിന ചിലവുകളായാലും ഇപ്പോൾ കുട്ടികളുടെ വിവാഹമായാലും പഠിപ്പായാലും ഇതിനൊക്കെയുള്ള ചിലവുകൾ വളരെയധികം വർദ്ധിക്കും. ആ ഒരു സമയത്ത് ഈ 50 ലക്ഷം എന്ന് പറയുന്നത് വളരെ തുച്ഛമായൊരു തുകയായി മാറിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൻ്റെ ചിലവിൻ്റെ ഒരു 15 അല്ലെങ്കിൽ 20 മടങ്ങുള്ളതാണ് നിങ്ങൾ കവറേജ് തുകയായിട്ട് എപ്പോഴും സെലക്ട് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വർഷത്തിൽ ഒരു 5 ലക്ഷമൊക്കെയാണ് ചിലവെങ്കിൽ നിങ്ങൾ എന്തായാലും 1 കോടിയുടെയെങ്കിലും കവറേജ് എടുത്തിരിക്കണം. പോളിസി കാലയളവിൽ നിങ്ങൾ ക്ലെയിം ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അടച്ച തുക നിങ്ങൾക്ക് തിരികെ തരുന്ന രീതിയിലുള്ള പ്ലാനുകളും ഇന്ന് ലഭ്യമാണ്.
അപ്പോൾ ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ 5% വരെ ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ അതിനുള്ള ലിങ്കാണ് ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ കാണിക്കുന്ന QR കോഡ് ഒന്ന് സ്കാൻ ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ അതിലൂടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയിട്ട് എന്തായാലും ഒരു ടേം ഇൻഷുറൻസ് പിന്നത്തേക്കൊന്നും വയ്ക്കാതെ എടുത്തു വയ്ക്കുക. അപ്പോൾ എന്തായാലും നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. അപ്പോൾ നമുക്ക് മറ്റൊരുമായിട്ട് വീണ്ടും കാണാം.